നമസ്കാരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയ. ഈ നിമിഷപ്രിയ ചർച്ചാ വിഷയമാകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കേരളത്തിൽ. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിട്ട് കാന്തപുരം ഇറങ്ങിത്തിരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുയായികളും മറ്റും സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തെറ്റായ വാർത്തയാണെന്ന് മനസ്സിലാവുന്നു. പടിവാളി എന്ന് കണ്ടപ്പോൾ നിമിഷപ്രിയയുടെ വക്കീൽ സാമുൽ ജെറോം എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ നിമിഷപ്രിയയുടെ പേരിൽ കോടികൾ പിരിച്ചെന്നും അടിച്ചു മാറ്റിയെന്നും എന്ന തരത്തിൽ അപവാദ പ്രചരണം കൊണ്ടുവരുന്നു. ഒപ്പം നിമിഷപ്രിയയുടെ അമ്മ യമനിൽ തടവിലാണ് എന്ന തരത്തിലും ചില വാർത്തകൾ ഇവിടെ, വ്യാജ വാർത്തകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു. എല്ലാത്തിനുമുള്ള മറുപടിയായിട്ട് നിമിഷപ്രിയയുടെ അമ്മ തന്നെ ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ നിമിഷയുടെ അമ്മ. ഞാൻ 2024 ഏപ്രിൽ 20 ഞാൻ യമൻ എന്ന രാജ്യത്ത് വരാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് 2017 മുതൽ ഈ യമൻ സന എന്ന രാജ്യം ഞാൻ കാണുമോ, എൻ്റെ മോളെ ഞാൻ കാണുമോ, ഇവിടെ എനിക്ക് കാലുകുത്താൻ അർഹതയുണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് മുറവിളിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കോടതിയുടെ അനുമതി പ്രകാരം ഞാൻ സാമുവൽ സാറിനോടൊപ്പം ഞാൻ യമനിൽ ഏപ്രിൽ 20 2024 ഞാൻ യമനിൽ വന്ന് കാലുകുത്തി. ഞാൻ ഇന്നും ഇവിടെ ഇരിക്കുന്നു. തൽക്കാലം നിമിഷനെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷെ നിമിഷനെ കണ്ടു, ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട്. പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും, നാളേക്ക് അവളുടെ കൊല നടക്കും, അല്ല അടുത്ത ആഴ്ച അവളുടെ വധശിക്ഷ നടത്തും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. എനിക്ക് നാട്ടിലേക്ക് കയറി വരാൻ എനിക്ക് കഴിയില്ല. ഞാനിവിടെ ഇരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാറ് നിമിഷയുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക്, സാമുവൽ സാർ നാട്ടിലേക്ക് പോയി. പക്ഷെ എനിക്ക് എല്ലാ ആവശ്യങ്ങളും ഇവിടെ, എൻ്റെ എല്ലാ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ട മലയാളികളെ എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിച്ച് എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഇവിടെ അവരുടെ അമ്മയെ എങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല, അതിനേക്കാൾ കൂടുതലായി എനിക്ക് വേണ്ട സംരക്ഷണം തന്ന് ഞാനിവിടെ സാമുവൽ സാറിൻ്റെ വീട്ടിലിരിക്കുന്നു. കുടുംബം എല്ലാവരും എന്നെ വിളിക്കും, അന്വേഷിക്കും, എൻ്റെ കാര്യങ്ങൾ ചെയ്യും. നാട്ടിലായിരുന്നപ്പോഴും ദിവസം 2 നേരവും എന്നെ ഫോൺ ചെയ്ത് എന്നെ സഹായിക്കും, എൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കും. എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരും തന്നെ എന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുകയോ ഞാൻ ഇവിടെ ആരുടെ തടകിലും ഇരിക്കുന്നില്ല. ദയവ് ചെയ്ത് വീഡിയോയിൽ വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ കേട്ട് ഒരുപാട് ഞാൻ വിഷമിക്കുകയാണ്. എന്താ കേട്ട് കഴിഞ്ഞാൽ ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല, ആരും എന്നെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല. എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത്. എൻ്റെ മകളുടെ ജീവനാണ്, ജീവനെ രക്ഷിക്കാൻ തന്നെയാണ്. എൻ്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം. അവളുടെ ഒരു പെൺകൊച്ചുണ്ട്, ആ കൊച്ചിന് വേണ്ടി അവളുടെ ജീവനെ രക്ഷിക്കണം. എല്ലാവരും ചേർന്ന് രക്ഷിക്കണമെന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ്. ഞാൻ ദയവ് ചെയ്ത് ആരും ഈ ആവശ്യമില്ലാത്ത വീഡിയോകൾ നാട്ടില് വരരുതേ എന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ആവശ്യമില്ലാത്ത വീഡിയോ. അമ്മയ്ക്ക് യാതൊരുവിധ ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല. എല്ലാ കാര്യങ്ങളും, അമ്മയ്ക്ക് വേണ്ട മെഡിസിൻ, അമ്മയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാമുവൽ സാറ് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, മീറ്റിങ്ങുകളും, എല്ലാ നിമിഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അതിന് പൂർണ്ണ ഉത്തരവാദിയാണ്. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാനിവിടെ ഇരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. നിമിഷനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. സന്തോഷമായി ഞാനിവിടെ കഴിയുന്നു. എൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും, എൻ്റെ സന്തോഷം എന്തെന്ന് കേട്ടാൽ എൻ്റെ നിമിഷം രക്ഷിച്ച് എൻ്റെ കൂടെ വരും. എന്നോട് അമ്മ വരുമ്പോ മമ്മിനെയും കൊണ്ട് വരുമെന്ന് കൊച്ചു വാഗ്ദാനം ചെയ്തു. എൻ്റെ നിമിഷയുടെ മകള് എന്നോട് എന്നും വിളിക്കുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ, അവളെയും കൊണ്ട് മേരിയമ്മ വരുമ്പോ, കൊച്ചിനെയും കൊണ്ട് മേരിയമ്മ വരുമ്പോ മമ്മിനെയും കൊണ്ടേ വരുള്ളൂ എന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. തീർച്ചയായും ആ കൊച്ചിന് ഒരു അവളുടെ മമ്മിനെ കൊടുക്കുക, അവളുടെ മമ്മിനെയും കൊണ്ട് നാട്ടിലേക്ക് എത്തുക എന്നാണ് എൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം. എനിക്ക് എൻ്റെ മകളെ
എൻ്റെ മകളെ തിരിച്ചു കിട്ടണം. എല്ലാവരും കൈകോർത്ത് പിടിച്ച് എൻ്റെ മകളെ എനിക്ക് ജീവനോട് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിച്ച് അവളുടെ ജീവനെ രക്ഷിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.